നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫ് ചെയ്തു. സർവീസ് 11-ന് ആരംഭിക്കും. വന്ദേ ഭാരത് ഉദ്ഘാടന ചടങ്ങിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിച്ചു. തുറന്നു വിസ്മയ പ്രപഞ്ചം. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തുടക്കം. പാതിവണിത വീടിരിഞ്ഞി സഹോദരങ്ങളായ കുട്ടികൾക്ക് ദാരുണാന്ത്യം. സ്ത്രീവിരുദ്ധ വീഡിയോകൾ നീക്കം ചെയ്യണം. യൂട്യൂബർ ഷാജിൻ സ്കറിയയ്ക്ക് കോടതിയുടെ കർശന നിർദ്ദേശം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തു. ട്രെയിൻ സർവീസ് 11-ന് ആരംഭിക്കും. 06-552 എറണാകുളം ജംഗ്ഷൻ KSR ബംഗളൂരു ട്രെയിൻ കേരളത്തിലേക്കുള്ള മൂന്നാമത്തെ വന്ദേ ഭാരതാണ്. കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലൂടെയാണ് ട്രെയിൻ യാത്ര. പുതിയ വന്ദേ ഭാരത് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ സദേൺ റെയിൽവേക്ക് കീഴിലുള്ള വന്ദേ ഭാരത് ട്രെയിനുകളുടെ എണ്ണം 12 ആകും. ബുധനാഴ്ച ഒഴിച്ചുള്ള ദിവസങ്ങളിലാണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, ഈറോഡ്, തിരുപ്പൂർ, സേലം, കൃഷ്ണരാജപുരം എന്നീ സ്റ്റോപ്പുകളാണുള്ളത്. രാവിലെ 5:10 KSR ബംഗളൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. എറണാകുളത്ത് നിന്ന് 2:20 പുറപ്പെട്ട് രാത്രി 11-ന് ബംഗളൂരിലെത്തും. 8 കോച്ചുകളുള്ള പ്രത്യേക സർവീസായിരിക്കും എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് പ്രവർത്തിക്കുക. ഫ്ലാഗ് ഓഫ് ചടങ്ങ് തൃശൂർ, പാലക്കാട് റെയിൽവേ സ്റ്റേഷനുകളിൽ തത്സമയം സംപ്രേഷണം ചെയ്തു. IT പ്രൊഫഷണലുകൾ, ബിസിനസ്സുകാർ, വിദ്യാർത്ഥികൾ എന്നിവർ ഉൾപ്പെടെ പുതിയ സർവീസ് പ്രയോജനം ചെയ്യുമെന്നാണ് റെയിൽവേയുടെ കണക്ക്. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിച്ചു. ദേശഭക്തി ഗാനം എന്ന കുറിപ്പോടെ ദക്ഷിണ റെയിൽവേയാണ് ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഇതിനെതിരെ നിരവധി കോണുകളിൽ നിന്ന് വിമർശനം ഉയരുന്നുണ്ട്. സർക്കാർ പരിപാടികളെ RSS വൽക്കരിക്കാനുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കെയാണ് വന്ദേ ഭാരത് ഉദ്ഘാടന പരിപാടിയിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിച്ചത്. ഉദ്ഘാടന യാത്രയിൽ കുട്ടികളെയും പങ്കെടുപ്പിച്ചിരുന്നു. ഇതിൽപ്പെട്ട കുട്ടികളാണ് ഗണഗീതം പാടിയതെന്നാണ് സൂചന. ഔദ്യോഗിക X അക്കൗണ്ടിലൂടെയാണ് ദക്ഷിണ റെയിൽവേ ഈ ദൃശ്യം പുറത്തുവിട്ടത്. വീഡിയോ കോൺഫറൻസിംഗ് വഴി വാരണാസിയിൽ നിന്നാണ് രാജ്യത്തെ 4 വന്ദേ ഭാരത് ട്രെയിനുകൾ ഉദ്ഘാടനം ചെയ്തത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു എറണാകുളം സൗത്ത് ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മന്ത്രി P രാജീവ് എന്നിവരും മറ്റു ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ഉദ്ഘാടന യാത്രയോടനുബന്ധിച്ച് ട്രെയിനിൽ സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പഠിപ്പിച്ചതിൽ DYFI പ്രതിഷേധിച്ചു. ഭരണഘടന ഉയർത്തിക്കാട്ടിയും ദേശീയഗാനം ആലപിച്ചുമാണ് DYFI പ്രതിഷേധം അറിയിച്ചത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ജില്ലാ സെക്രട്ടറി AR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. സദേൺ റെയിൽവേ ആരുടെയും തറവാട്ട് സ്വത്തിലെന്നും RSSന്റെ വർഗീയ അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കുന്ന കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ ജനം തെരുവിൽ നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് നിഖിൽ ബാബു അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KC അരുൺകുമാർ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വിഷ്ണു അനിൽ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം പാലക്കാട് തുടങ്ങിയിരിക്കുകയാണ്. ഈ വർഷം മുതൽ ശാസ്ത്രോത്സവത്തിനും സ്വർണ്ണക്കപ്പ് ഉണ്ടാകും. നാളുകൾക്കായുള്ള കണ്ടെത്തലും പുതുചിന്തയുമായി 4 ദിവസം ഇനി ശാസ്ത്രത്തിന്റെ നാളുകളാണ് പാലക്കാടുള്ളത്. 57ാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം പാലക്കാട് ഗവൺമെന്റ് മോയിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി MP രാജേഷ് അധ്യക്ഷനായി. 7 വേദികളിലായി നടക്കുന്ന മേളയിൽ 180 ഇനങ്ങളിലായി 8500 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു. ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, ഗണിതശാസ്ത്രം, IT, പ്രവൃത്തി പരിചയം, VHSSC എക്സ്പോ എന്നീ വിഭാഗങ്ങളാണ് മത്സരം. ചടങ്ങിൽ ബംഗളൂരുവിൽ നടന്ന ദേശീയ ശാസ്ത്ര സെമിനാറിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഒറ്റപ്പാലം NSS KPTHS 9ാം ക്ലാസ് വിദ്യാർത്ഥി ഹിഷേഷിനെ മന്ത്രി ആദരിച്ചു. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിനിടെ മെഡൽ നഷ്ടപ്പെട്ട ഇൻക്ലൂസീവ് ഫുട്ബോൾ പാലക്കാട് ജില്ലാ ടീം അംഗമായ ഹാഷിമിന് പുതിയ മെഡൽ വി ശിവൻകുട്ടി സമ്മാനിച്ചു. മേളയുടെ ഭാഗമായ സുവനീർ താരാപഥത്തിന്റെ കവർ മന്ത്രി പ്രകാശിപ്പിച്ചു. കവർ തയ്യാറാക്കിയ വാണിയംകുളം TRQ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി K ആദിത്യനെയും ആദരിച്ചു. മേള തിങ്കളാഴ്ച സമാപിക്കും. അടുത്ത വർഷം മുതൽ സംസ്ഥാന കലോത്സവത്തിലെയും സ്കൂൾ ഒളിമ്പിക്സിലെയും മാതൃകയിൽ ശാസ്ത്രമേളയിലും 1ാം സ്ഥാനത്തെത്തുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അടുത്ത വർഷം മുതൽ വിജയികൾക്ക് നൽകുന്ന ക്യാഷ് അവാർഡ് തുക വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി കരുവാരൻ ഊരിൽ പാതിപണിത വീടിന്റെ ചുമരിലിഞ്ഞ് വീണ് സഹോദരങ്ങൾ മരണപ്പെട്ടു. സഹോദരങ്ങളായ 7 വയസ്സുകാരൻ ആദി, 4 വയസ്സുകാരൻ അജിനേഷ് എന്നിവരാണ് മരിച്ചത്. ബന്ധുവായ അഭിനയ 6 വയസ്സ് എന്ന കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മുക്കാലിൽ നിന്ന് 4 കിലോമീറ്റർ വനത്തിനകത്തുള്ള ഊരിലാണ് അപകടം. ആൾതാമസമുള്ള വീടായിരുന്നില്ല. 8 വർഷമായി വീട് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. മേൽക്കൂരയില്ലാതിനാൽ മഴ നനഞ്ഞും വെയിൽ കൊണ്ടും ദുർബലമായ അവസ്ഥയിലായിരുന്നു. വീടിന്റെ സൺഷെയ്ഡിൽ കയറി കളിക്കുന്നതിനിടെ ചുമരിടിഞ്ഞു വീഴുകയായിരുന്നു. വനംവകുപ്പിന്റെ ജീപ്പിലാണ് അപകടത്തിൽപ്പെട്ട കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത്. യൂട്യൂബിൽ നിന്ന് സ്ത്രീവിരുദ്ധ വീഡിയോ 7 ദിവസത്തിനകം നീക്കം ചെയ്യണമെന്ന് യൂട്യൂബർ ഷാജിൻ സ്കറിയയ്ക്ക് കോടതിയുടെ കർശന നിർദ്ദേശം. സ്ത്രീവിരുദ്ധ വീഡിയോ യൂട്യൂബ് ചാനലിൽ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നത് കോടതി നിരോധിച്ചിരിക്കുകയാണ്.
യൂട്യൂബ് ചാനലിൽ നിന്ന് സ്ത്രീവിരുദ്ധ വീഡിയോ 7 ദിവസത്തിനകം നീക്കം ചെയ്യണമെന്നാണ് യൂട്യൂബർ ഷാജൻ സ്കറിയയ്ക്ക് കോടതിയുടെ കർശന നിർദ്ദേശം. സ്ത്രീവിരുദ്ധ വീഡിയോ യൂട്യൂബ് ചാനൽ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നത് കോടതി വിലക്കി. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയോടാണ് ഉത്തരവ്. പാലാരിവട്ടം പോലീസിൽ യുവതി നൽകിയ പരാതിയിലാണ് നടപടി. കേസിൽ ഷാജന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ വ്യാജവാർത്ത ചെയ്തതിനാണ് പാലാരിവട്ടം പോലീസ് ഷാജൻ സ്കറിയക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. വി നാരായണ മാസ്റ്ററെ അനുസ്മരിച്ചു. കൂടാളി പൊതുജന വായനശാല സെക്രട്ടറിയും CPM-ന്റെ കൂടാളി ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന, കൂടാളിയിലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ നിറഞ്ഞിരുന്ന വ്യക്തിത്വമായിരുന്ന നാരായണ മാസ്റ്ററുടെ 22ാം ചരമാദിനം CPM-ന്റെയും കൂടാളി പൊതുജന വായനശാലയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. കൂടാളി വായനശാലയിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ വായനശാല പ്രസിഡന്റ് PK വേണുഗോപാൽ അധ്യക്ഷനായി. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് HM M സുകുമാരൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. എഴുത്തുകാരി ഡോക്ടർ KR അപർണ സാംസ്കാരിക പ്രഭാഷണം നടത്തി. നേതൃസമിതി കൺവീനർ M സോമൻ മാസ്റ്റർ സംസാരിച്ചു. കൂടാളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പത്മനാഭൻ വിവിധ മത്സരങ്ങളിൽ വിജയികൾക്കായി ഉള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായനശാല സെക്രട്ടറി P കരുണാകരൻ മാസ്റ്റർ സ്വാഗതവും C സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. CPM കൂടാളി ലോക്കൽ കമ്മിറ്റി അംഗവും കൂടാളി പൊതുജന വായനശാല സെക്രട്ടറിയുമായിരുന്നു നാരായണ മാസ്റ്റർ. കൂടാളി ഹൈസ്കൂൾ അധ്യാപകൻ, കൂടാളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, ശാസ്ത്രസാഹിത്യ പരിഷത്ത് കൂടാളി യൂണിറ്റിന്റെ സ്ഥാപക പ്രവർത്തകൻ, ലൈബ്രറി കൗൺസിൽ ജില്ലാ കൗൺസിൽ അംഗം തുടങ്ങിയ നിലയിലെല്ലാം ശ്രദ്ധേയമായ ഇടപെടലായിരുന്നു നാരായണ മാസ്റ്ററുടേത്. അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി CPM നേതൃത്വത്തിൽ കൂടാളിയിൽ പതാക ഉയർത്തലും അനുസ്മരണ പരിപാടി നടന്നു. ഏരിയ കമ്മിറ്റി അംഗം E സജീവൻ പതാക ഉയർത്തി അനുസ്മരണം നടത്തി. ലോക്കൽ സെക്രട്ടറി PP നൌഫൽ, K മോഹനൻ, P പത്മനാഭൻ, K മോഹൻ മാസ്റ്റർ, PK ബൈജു എന്നിവർ സംസാരിച്ചു. LDF കൂടാളി പഞ്ചായത്ത് വികസന ജാഥ എലിക്കുളത്ത് വെച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമൽ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മനോജൻ കക്കത്ത് അധ്യക്ഷനായി. ജാഥ ലീഡർ KC മനോജ്, PP നൌഫൽ, E സജീവൻ എന്നിവർ സംസാരിച്ചു. നാളെ രാവിലെ 9:30 കൂടാളി തെരുവിൽ നിന്ന് തുടങ്ങി വൈകിട്ട് 5 കൊളോൾ സമാപിക്കും. കൊളോളത്ത് നടക്കുന്ന സമാപന പൊതുയോഗം CPM സംസ്ഥാന സെക്രട്ടറി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.